നമസ്കാരം. ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എന്നാൽ ഏറ്റവും ലളിതവുമായ ഒരു ഔഷധമാണ് ത്രിഫല ചൂർണം. വെറും 3 കായ്കളുടെ മിശ്രിതമായ ഇത് നമ്മുടെ ശരീരത്തിലെ മിക്കവാറും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. എന്താണ് ത്രിഫല, ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇത് ആരെല്ലാം ഒഴിവാക്കണം എന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 3 ഫലങ്ങളുടെ കൂട്ടാണിത്. നെല്ലിക്ക, കടുക്ക, താന്നിക്ക. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കടുക്ക ദഹനപ്രക്രിയ എളുപ്പത്തിലാക്കാനും മലബന്ധം മാറ്റാനും സഹായിക്കും. താന്നിക്ക ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും അമിതവണ്ണം കുറയ്ക്കാനും നല്ലതാണ്. ഈ 3 കായ്കളും ഉണക്കിപ്പൊടിച്ച് തുല്യ അളവിൽ ചേർത്താണ് ത്രിഫല ചൂർണം നിർമ്മിക്കുന്നത്. ഇത് വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളെയും ഒരുപോലെ ശമിപ്പിക്കുന്നു. വിട്ടുമാറാത്ത മലബന്ധം മാറ്റാൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും തിമിരം പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ത്രിഫല ഉപയോഗിച്ചിട്ടുള്ള ത്രിഫല ഘൃതം അല്ലെങ്കിൽ ത്രിഫല വെള്ളം കൊണ്ടുള്ള കണ്ണ് കഴുകൽ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇതിലെ നെല്ലിക്കയുടെ അംശം സഹായിക്കും. രക്തം ശുദ്ധീകരിക്കുന്നത് വഴി ചർമ്മത്തിന് തിളക്കം നൽകാനും മുടികൊഴിച്ചിൽ തടയാനും ഇത് ഉത്തമമാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങളിത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഉപയോഗക്രമം. മലബന്ധത്തിന് രാത്രി ഭക്ഷണത്തിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ത്രിഫല ചൂർണം കലക്കി കുടിക്കുക. ശരീരഭാരം കുറയ്ക്കാൻ രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിലോ തേനിലോ കലർത്തി കഴിക്കാം. ത്രിഫല ചൂർണമിട്ട് തിളപ്പിച്ച വെള്ളം ആറിയ ശേഷം മുറിവുകൾ കഴുകുന്നത് അണുബാധയെ ഒഴിവാക്കാൻ സഹായിക്കും. ത്രിഫല വെള്ളം കൊണ്ട് വായിൽ കൊണ്ടാൽ വായ്പുണ്ണും മോണവീക്കവും മാറും. ഗുണങ്ങളേറെയുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അമിതമായി ഉപയോഗിച്ചാൽ വയറിളക്കം ഉണ്ടായേക്കാം. ഗർഭിണികളും കുട്ടികളും നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്.